Welcome to my YouTube channel. Hello. So I'm a little excited today. Guess why? I'm actually going for my first work-related kind of an event. So ഇത് പറയുന്നിട്ട് വിചാരിക്കും എന്നെ ആരോ കാര്യമായിട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്, പക്ഷെ അതല്ല സംഭവം. എൻ്റെ ഒരു സെയിൽസ് ടീമിലുള്ള വൺ അക്കൗണ്ട് മാനേജർ, his client had invited him for a suhoor. So he discussed this in front of me and I'm like, can I also join? So I wanted to know how it was and I've never been to a suhoor myself. So angane I decided to go for one. So he was very sweet to take me along. Angane I also went. So he said like he's decided to wear കുറച്ച് ഫോർമൽ ക്ലോത്തിങ് ഒക്കെ. So I'm like, okay, ഞാനും കുറച്ചൊന്ന് വൃത്തിയായിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ I got dressed. He stays very close to my place, so he said he will pick me and drop me back. Like, how sweet, so nice. So I'm excited for the suhoor event. I've never been on one. I've been to iftars, but suhoor adiyata. So I'm like, plus okay, let's see how it goes. Let me take you around. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത പോലെ എൻ്റെ കൊളീഗ് ഹാഡ് കം ടു പിക്ക് മീ അപ്പ് ആൻഡ് ദെൻ വി ഡ്രോവ് സ്ട്രേറ്റ് ടു സ്കഫോസ്. അപ്പോൾ സ്കഫോസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അതൊരു മെഡിറ്ററേനിയൻ ഇൻസ്പയർഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കാനപ്പി ബൈ ഹിൽട്ടൺ ദുബായ് അൽസീഫ് ഏരിയയിലുള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഈ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻറ്റ് ആൻഡ് ദിസ് ഹോട്ടൽ ആസ് എ ഹോൾ ഈസ് ബൈ ദ ദുബായ് ക്രീക്ക്. അപ്പം ക്രീക്കിൻ്റെ സൈഡിൽ അപ്പം ക്രീക്ക് ഫേസിങ് വാട്ടർ ഫേസിങ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇത് കാരണം തന്നെ ആ റെസ്റ്റോറൻറ്റ് ഹാസ് ബോത്ത് ഒരു കാഷ്വൽ സെറ്റിങ്ങും പറയാം, പക്ഷെ ഒരു സ്റ്റൈലിഷ്, അപ്പം ഒരു സ്പെഷ്യൽ ഒക്കേഷനും കാഷ്വൽ ഡൈനിങ് എല്ലാത്തിനും കൂടി പെർഫെക്റ്റായി ഫിറ്റ് ചെയ്യുന്ന ഒരു വെന്യൂ ആണ്. അപ്പോൾ ഹൗ ഐ ഫൗണ്ട് ദിസ് പ്ലേസ് ഈസ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് കണക്ട്സ് F&B വെന്യൂസ് ഓർ റെസ്റ്റോറൻറ്റ്സ് ഓർ ഹോട്ടൽസ് ടു കസ്റ്റമേഴ്സ്. അപ്പം അതിനിടയ്ക്കുള്ള ഇൻറ്റർമീഡിയറ്റ് പ്ലാറ്റ്ഫോമാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ വെർട്ടിക്കൽ. അപ്പോൾ ഇത് കാരണം ഇവിടെയുള്ള ഒരുപാട് ഓഫേഴ്സും ഇങ്ങനത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ദുബായിലുള്ള മിക്ക റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് കുറേ ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. അപ്പം ഞാൻ എന്താ ഈ റെസ്റ്റോറൻറ്റ് പെർട്ടിക്കുലർലി ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, വൺ, ഒബ്വിയസ്ലി യു ക്യാൻ സീ ഹൗ ബ്യൂട്ടിഫുൾ ദ റെസ്റ്റോറൻറ്റ് ഈസ് ആൻഡ് ഹൗ നൈസ്ലി ഇറ്റ് ഈസ് ഓൾ സെറ്റ് അപ്പ്. പ്ലസ് അതിൻ്റെ വ്യൂ ഈസ് amazingly beautiful. Creek side ayondum it was like a breath of fresh air. Plus the second thing is what I learned about this restaurant was it emphasized a lot on sustainability. കാരണം ഇവർ സോഴ്സ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ലോക്കലി ആണെന്നും അവർ മിനിമൈസ് വേസ്റ്റ് ആ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ അറിഞ്ഞു, എസ്പെഷ്യലി ഡ്യൂറിങ് റമദാൻ. ആൻഡ് റമദാൻ്റെ സമയത്താണ് ഈ ഒരു സെറ്റപ്പ് ഉള്ളത്. ആൻഡ് ദിസ് റമദാൻ ഇഫ്താർ സ്പെഷ്യൽ തിങ് ഇസ് കോൾഡ് ദി ടെറസ് ബൈ ദ ക്രീക്ക്. So yeah, there you go. Look at all the amazing food placed ഇങ്ങനെ നിരയായിട്ട്. അപ്പോൾ ഈ സുഹൂറും ഇഫ്താറും ഭയങ്കര ഡിഫറെൻ്റ് ആയൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ സുഹൂർ എന്ന് വെച്ചാൽ ഈ സൺറൈസിൻ്റെ മുന്നേ ആയിട്ട് ഈ ഫാസ്റ്റ് തുടങ്ങുന്നത് ഈ ഒരു സുഹൂറായിട്ടാണ്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ആ ദിവസത്തെ ഒരു എനർജി ഹൈഡ്രേഷനൊക്കെ കിട്ടിയിട്ടാണ് ആൾക്കാർ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇതിലൊക്കെ മോസ്റ്റ്ലി കുറേയും കൂടി ഹൈഡ്രേറ്റിംഗ് ഫുഡായി ലൈക്ക് വാട്ടർ, ഫ്രൂട്ട്സ്, യോഗർട്ട്, ബ്രെഡ്, അങ്ങനത്തെ കുറച്ചും കൂടി ഫില്ലിംഗ് ആയ കാര്യങ്ങളും പക്ഷെ ഭയങ്കര ഹെവി അല്ലാത്ത രീതിയിലത്തെ ഫുഡാണ് സുഹൂർ ഉണ്ടാവുക. പിന്നെ ഇഫ്താർ എന്ന് വെച്ചാൽ നമ്മളുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന മീലാണ്. അപ്പം റൈറ്റ് ആഫ്റ്റർ സൺസെറ്റ്, അപ്പം എന്താണ് സൺസെറ്റ് കഴിഞ്ഞപാട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഡേറ്റ്സും വാട്ടറായിട്ടാണ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ റെപ്ലനിഷ് ദ ബോഡി ആഫ്റ്റർ ഇത്രയും നേരം ഫുഡും ഇതില്ലാണ്ടിരിക്കുമ്പോൾ ഉള്ള പരിപാടി. അങ്ങനെയാണ് ഇത് രണ്ടിനും വ്യത്യാസം. സോ ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ വാസ് ഡൂയിങ് സുഹൂർ. സോ ഐ വാസ് ഇൻവൈറ്റഡ് അറൗണ്ട് 9 o'clock. കാരണം വൈകുന്നേരം 6 to 9 ഇഫ്താറിൻ്റെ ടൈമും അത് കഴിഞ്ഞിട്ടൊരു 2-3 വരെ ഇങ്ങനെ പോകുന്നതാണ് സുഹൂർ. അപ്പം ഞാനൊരു 9-9:30 ആകുമ്പം പോയിട്ട് ഒരു 11 വരെയൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നു. അവിടെയുള്ള മിക്ക ആൾക്കാരും നല്ല കാഷ്വലായിട്ട് ഔട്ട്ഫിറ്റൊക്കെ ആയിരുന്നു. നമ്മൾ മാത്രം ഇത്തിരി ഫോമലായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, എൻ്റെ കലീഗിന് ക്ലയൻറ്റൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിക്കാൻ പറ്റി. ഞാൻ കുറേ നേരം എന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മെല്ലെ അങ്ങനെ തിരിച്ചു വന്നു.